വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടൊപ്പം മെയ്യോൻകാരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് ഇപ്രകാരം അറിയിച്ചു: കടലിനക്കരെ ആരാമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ, അവർ എൻഗേദി എന്ന ഹാസോർ താമാറിൽ എത്തിയിരിക്കുന്നു. യഹോഷാഫാത്ത് ഭയന്ന് കർത്താവിനോട് ഹിതമാരായാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിന്റെ ഹിതം അന്വേഷിക്കാൻ യൂദാക്കാർ ഒരുമിച്ച് കൂടി. യൂദായിലെ എല്ലാ പട്ടണങ്ങളിലും നിന്ന് അവർ കർത്താവിനെ അന്വേഷിക്കാൻ വന്നു. യഹോഷാഫാത്ത് കർത്താവിന്റെ ആലയത്തിൽ പുതിയ അങ്കണത്തിന്റെ മുൻപിൽ യൂദായുടെയും ജെറുസലേമിന്റെയും സഭയിൽ നിന്നു. അവൻ പറഞ്ഞു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, സ്വർഗസ്ഥനായ ദൈവവും സകല ജനതകളുടെയും രാജ്യങ്ങളിൽ ഭരിക്കുന്നവനും അങ്ങു തന്നെയല്ലേ? അങ്ങയുടെ കരത്തിലാണ് ശക്തിയും പ്രാബല്യവും. അങ്ങയോട് കിടപിടിക്കാൻ ആരുമില്ല. ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ അങ്ങ് പുറത്താക്കുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതിക്ക് എന്നേക്കുമായി അത് നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിനായി അവിടെ അങ്ങേക്ക് ഒരു വിശുദ്ധ സ്ഥലം പണിയുകയും ചെയ്തുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞുവല്ലോ: ഞങ്ങളുടെ മേൽ അനർത്ഥം, ന്യായവിധി, വാൾ, പകർച്ചവ്യാധി, ക്ഷാമം എന്നിവ വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന് മുൻപിലും അങ്ങയുടെ മുൻപിലും നിൽക്കുകയും ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അങ്ങ് ശ്രവിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ അങ്ങയുടെ നാമം ഈ ആലയത്തിലുണ്ട്. അന്ന് ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ പോരുമ്പോൾ അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേർ പർവ്വതക്കാരുടെയും ഇടയിലൂടെ പോകാൻ അങ്ങ് അവരെ അനുവദിച്ചില്ല. അങ്ങനെ അവർ അക്കൂട്ടരെ നശിപ്പിക്കാതെ പിന്തിരിഞ്ഞു. എന്നാൽ ഇതാ, അങ്ങു ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന അങ്ങയുടെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ തുരത്താൻ അവർ തന്നെ വന്ന് ഞങ്ങളോട് തിന്മ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? കാരണം ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും അങ്ങയുടെ നേർക്കാണ് ഞങ്ങളുടെ ദൃഷ്ടികൾ. യൂദാക്കാരെല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും പുത്രന്മാരോടും കൂടെ കർത്തൃസന്നിധിയിൽ നിന്നു. അപ്പോൾ കർത്താവിന്റെ അരൂപി സഭാമധ്യേ നിന്നിരുന്ന ആസാഫിന്റെ പുത്രന്മാരിൽ നിന്നുള്ള ലേവായനായ യഹസിയേലിന്റെ മേൽ വന്നു. അവൻ മത്താനിയായുടെ പുത്രനായിരുന്ന ജയേലിന്റെ പുത്രനായ ബനായായുടെ പുത്രൻ സക്രിയായുടെ പുത്രനായിരുന്നു. അവൻ പറഞ്ഞു: എല്ലാ യൂദാക്കാരും ജെറുസലേം നിവാസികളും യഹോഷാഫാത്ത് രാജാവും ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിങ്ങളോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഈ വൻ സൈന്യത്തിന്റെ മുൻപിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കുകയുമരുത്. എന്തെന്നാൽ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. നാളെ അവർക്കെതിരെ ഇറങ്ങിച്ചെല്ലുക. ഇതാ, അവർ കയറി വരുന്നത് സീസ്കയറ്റത്തിലൂടെയാണ്. യെറുവേൽ മരുഭൂമിയുടെ മുൻപിൽ താഴ്വര അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ നേരിടും. ഇതിൽ യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല,
യൂദായെ, ജെറുസലേമേ, അണിനിരന്ന് കാത്തുനിന്ന് നിങ്ങളോടൊപ്പമുള്ള കർത്താവിൻ്റെ രക്ഷ കാണുവിൻ. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കു നേരെ പുറപ്പെടുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോശാഫാത്ത് നിലംപറ്റെ താണു വണങ്ങി. കർത്താവിനെ ആരാധിക്കുന്നതിന് യൂദാ മുഴുവനും ജെറുസലേം നിവാസികളും കർത്താവിൻ്റെ മുൻപിൽ കുമ്പിട്ടു. കെഹാത്യരും കോറഹ്യരുമായ ലേവായർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അത്യുച്ചത്തിൽ സ്തുതിക്കാനായി എഴുന്നേറ്റു. അവർ അതിരാവിലെ ഉണർന്ന് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് എഴുന്നേറ്റു നിന്ന് പറഞ്ഞു, യൂദാക്കാരെ, ജെറുസലേം നിവാസികളെ, എന്നെ കേൾക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾ സംരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകരിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ നിങ്ങൾ വിജയം വരിക്കും. ജനങ്ങളുമായി ആലോചിച്ച് കർത്താവിനായി ഗായകരെയും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ സ്തുതിപ്പുകാരെയും അവൻ നിയോഗിച്ചു. സൈന്യത്തിന് മുൻപിൽ പുറപ്പെട്ടപ്പോൾ അവർ ഉരുവിട്ടുകൊണ്ടിരുന്നു. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവർ ഗാനത്താലും കീർത്തനത്താലും സ്തുതിച്ച ആ സമയം കർത്താവ് യൂദായ്ക്കെതിരെ വന്ന അമ്മോന്യർ, മോവാബ്യർ, സെയർ പർവ്വതക്കാർ എന്നിവർ അവർക്കെതിരെ പതിയിരിപ്പുകാരെ ഏർപ്പെടുത്തി. അങ്ങനെ അക്കൂട്ടർ പ്രഹരിക്കപ്പെട്ടു. അമ്മോന്യരും മോവാബ്യരും സെയർ പർവ്വത നിവാസികളെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ ഒന്നിച്ചു നിന്നു. സെയർ നിവാസികളെ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും നാശത്തിനായി പരസ്പരം സഹായിച്ചു. മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് സൈന്യത്തിനു നേരെ യൂദാക്കാർ തിരിഞ്ഞപ്പോൾ ഇതാ അവർ ശവശരീരങ്ങളായി നിലത്ത് വീണ് കിടക്കുന്നു. രക്ഷപ്പെട്ട ആരുമില്ലായിരുന്നു. യഹോശാഫാത്ത് തന്റെ ജനത്തോടൊപ്പം അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാൻ ചെന്നു. അവരുടെ ഇടയിൽ വളരെയധികം വസ്തുക്കളും ശവശരീരങ്ങളും വിലയേറിയ പാത്രങ്ങളും അവർ കണ്ടെത്തി. അവർ വഹിക്കാവുന്നതിലധികം തങ്ങൾക്കായി കൊള്ള ചെയ്തു. വസ്തുക്കൾ കൊള്ള ചെയ്യുന്നത് 3 ദിവസം നീണ്ടുനിന്നു. എന്തെന്നാൽ അവ അത്രയേറെ ഉണ്ടായിരുന്നു. 4-ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് ഇന്നുവരെ ബറാക്ക താഴ്വര എന്ന് അവർ വിളിക്കുന്നു. അവർ യൂദാക്കാരും ജെറുസലേംകാരുമായ ഓരോരുത്തരും തങ്ങളുടെ നേതാവ് യഹോശാഫാത്തിനോടൊത്ത് ആഹ്ലാദപൂർവം ജെറുസലേമിലേക്ക് മടങ്ങി പോകുന്നതിനായി തിരിച്ചു. എന്തെന്നാൽ കർത്താവ് തങ്ങളുടെ ശത്രുക്കളുടെ മേൽ അവരെ സന്തോഷിക്കാൻ ഇടയാക്കിയിരുന്നു. വീണകൾ, കിന്നരങ്ങൾ, കാഹളങ്ങൾ എന്നിവയോടെ അവർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിലേക്ക് ചെന്നു. ഇസ്രായേലിന്റെ ശത്രുക്കളോട് കർത്താവ് യുദ്ധം ചെയ്തെന്ന് കേട്ടപ്പോൾ ദേശങ്ങളിലെ സകല ഭരണകൂടങ്ങളുടെ മേൽ ദൈവത്തോടുള്ള ഭീതി ഉളവായി. യഹോശാഫാത്തിന്റെ രാജ്യം ശാന്തമായിരുന്നു. അവന്റെ ദൈവം അവന് ചുറ്റുപാടും നിന്ന് സ്വസ്ഥത നൽകി. അങ്ങനെ യഹോശാഫാത്ത് യൂദായിൽ ഭരിച്ചു. ഭരണമേൽക്കുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 വർഷം ജെറുസലേമിൽ ഭരിച്ചു. അവന്റെ അമ്മയുടെ പേര് അസൂബ എന്നായിരുന്നു. അവൾ ഷിൽഹിയുടെ പുത്രിയായിരുന്നു. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ ചരിച്ചു. കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചുകൊണ്ട് അവൻ അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. എങ്കിലും അവർ പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഇനിയും തങ്ങളുടെ ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല. യഹോശാഫാത്തിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ള
ഹനാനിയുടെ പുത്രനായ യേഹൂവിന്റെ വൃത്താന്തങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അനന്തരം യൂദാ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. അയാൾ തിന്മ പ്രവർത്തിക്കുന്നവനായിരുന്നു. താർശീഷിലേക്ക് പോകുന്നതിന് കപ്പലുകൾ നിർമ്മിക്കുന്നതിന് അവൻ അയാളുമായി സഖ്യം ചെയ്തു. എസിയോ ഗെബേറിൽ വെച്ച് അവർ കപ്പൽ നിർമ്മിച്ചു. മരേഷായിൽ നിന്നുള്ള ദോദാവാഹുവിന്റെ പുത്രൻ എലിയേസർ യഹോശാഫാത്തിനെതിരെ ഇപ്രകാരം പ്രവചിച്ചു: അഹസിയായുമായി നീ സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കുന്നു. അങ്ങനെ കപ്പലുകളെല്ലാം തകർക്കപ്പെട്ടു. താർശീഷിലേക്ക് പോകാൻ അവയ്ക്കു കഴിഞ്ഞില്ല. 2 ദിനവൃത്താന്തം 21-ാം അധ്യായം. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ തന്റെ പിതാക്കന്മാരോടൊപ്പം ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രനായ യഹോറാം അവന്റെ സ്ഥാനത്ത് ഭരണമേറ്റു. തന്റെ സഹോദരന്മാരായി അവനുണ്ടായിരുന്ന യഹോശാഫാത്തിന്റെ പുത്രന്മാരായിരുന്നു അസറിയ, യെഹിയേൽ, സഖറിയ, ഉസിയ, മിഖായേൽ, ഷെഫാത്തിയ എന്നിവർ. ഇവരെല്ലാവരും ഇസ്രായേൽ രാജാവായ യഹോശാഫാത്തിന്റെ പുത്രന്മാരായിരുന്നു. അവരുടെ പിതാവ് വെള്ളി, സ്വർണം, അമൂല്യ വസ്തുക്കൾ എന്നീ വലിയ സമ്മാനങ്ങളും യൂദായിൽ കോട്ട നഗരങ്ങളും അവർക്ക് നൽകി. എന്നാൽ രാജ്യഭരണം അവൻ യഹോറാമിനു നൽകി, കാരണം അവനായിരുന്നു ആദ്യജാതൻ. യഹോറാം തന്റെ പിതാവിന്റെ ഭരണത്തിലേറി കരുത്താർജിച്ചപ്പോൾ അവൻ തന്റെ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ ചിലരെയും വാളുകൊണ്ട് വധിച്ചു. തന്റെ ഭരണം ആരംഭിച്ചപ്പോൾ യഹോറാമിന് 32 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 8 വർഷം ഭരിച്ചു. അവന്റെ ഭാര്യ ആഹാബിന്റെ പുത്രി ആയിരുന്നതിനാൽ ആഹാബിന്റെ ഭവനം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിലൂടെ അവൻ വ്യാപരിച്ചു. കർത്താവിന്റെ ദൃഷ്ടിയിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് താൻ ദാവീദുമായി ചെയ്തിരുന്ന ഉടമ്പടി മൂലം അവനും അവന്റെ പുത്രന്മാർക്കും എന്നേക്കുമായി ഒരു ദീപം നൽകുമെന്ന് അരുൾ ചെയ്തതനുസരിച്ചും ദാവീദിന്റെ ഭവനം നശിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ദിവസങ്ങളിൽ യൂദായുടെ അധികാരത്തിൻ കീഴിലായിരിക്കുന്നതിനോട് ഏദോം മറുതലിച്ചു. അവർ തങ്ങളുടെ മേൽ ഒരു രാജാവിനെ വാഴിച്ചു. എന്നാൽ യഹോറാം തന്നോടൊപ്പമുണ്ടായിരുന്ന പടനായകന്മാരോടും സകല രഥങ്ങളോടും കൂടെ കടന്നു ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞ ഏദോമിനെയും രഥനായകന്മാരെയും സംഹരിച്ചു. അതിനാൽ ഇന്നുവരെ ഏദോം യൂദായുടെ അധികാരത്തിൻ കീഴിൽ ആയിരിക്കുന്നതിനോട് മറുതലിക്കുന്നു. അക്കാലത്തു തന്നെ ലിബ്നായും അവന്റെ അധികാരത്തിൻ കീഴിൽ ആയിരിക്കുന്നതിനോട് മറുതലിച്ചു. കാരണം അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചിരുന്നു. കൂടാതെ അവൻ യൂദായുടെ മലമ്പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെ അവൻ ജെറുസലേം നിവാസികളെ അവിശ്വസ്തരാക്കുകയും യൂദായെ വഴിതെറ്റിക്കുകയും ചെയ്തു. ഏലിയ പ്രവാചകനിൽ നിന്ന് അവന് ഇപ്രകാരം ഒരു കത്ത് വന്നു: നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിന്റെ പിതാവായ യഹോശാഫാത്തിന്റെ വഴികളിലോ യൂദാ രാജാവായ ആസായുടെ വഴികളിലോ നീ ചരിക്കാതിരിക്കുകയും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ നീ ചരിക്കുകയും ആഹാബ് ഭവനം ഇസ്രായേലിനെ വഴിതെറ്റിക്കാൻ ഇടയാക്കിയതുപോലെ യൂദായെയും ജെറുസലേം നിവാസികളെയും നീ വഴിതെറ്റിക്കാൻ ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ നിന്നേക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലെ നിന്റെ സഹോദരന്മാരെ നീ വധിക്കുകയും ചെയ്തു. ഇതാ കർത്താവ് നിന്റെ ജനത്തെയും പുത്രന്മാരെയും ഭാര്യമാരെയും സകല സ്വത്തുക്കളെയും
ഒരു മഹാമാരിയാൽ പ്രഹരിക്കുന്നു. നിന്നെയാകട്ടെ കുടൽ രോഗം നിമിത്തമുള്ള കഠിനമായ അസുഖങ്ങളാലും രോഗം മൂലം നിന്റെ കുടൽ അനുദിനം പുറത്തു വരുന്നിടത്തോളം എത്തും. ഫിലിസ്തീയക്കാരുടെ ചൈതന്യത്തെയും എത്യോപ്യക്കാരുടെ സമീപത്തുണ്ടായിരുന്ന അറബികളെയും യെഹോറാമിനെതിരെ കർത്താവ് തട്ടിയുണർത്തി. അവർ യൂദായ്ക്കെതിരെ കയറി ചെന്ന് അതിനെ തകർത്തു. രാജകൊട്ടാരത്തിൽ കണ്ട വസ്തുവകകളെല്ലാം അവന്റെ പുത്രന്മാരെയും ഭാര്യമാരെയും പോലും അവൻ എടുത്തുകൊണ്ടുപോയി. അവന്റെ ഇളയ പുത്രനായ യെഹോവാഹാസ് അല്ലാതെ മറ്റൊരു പുത്രനും അവന് അവശേഷിച്ചില്ല. അവയ്ക്കെല്ലാം ശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു മാറാരോഗം കൊണ്ട് അവനെ പ്രഹരിച്ചു. കാലാന്തരത്തിൽ 2 വർഷത്തിന്റെ അവസാന നാളുകൾ എത്തിയപ്പോൾ രോഗം മൂലം അവന്റെ കുടൽ പുറത്തു ചാടി. അവൻ മാരകമായ രോഗങ്ങളാൽ മരിച്ചു. അവന്റെ ജനം അവന്റെ പിതാക്കന്മാരുടെ അഗ്നികുണ്ഡം പോലെ ഒരു അഗ്നികുണ്ഡം അവനു വേണ്ടി ഉണ്ടാക്കിയില്ല. ഭരണം ആരംഭിച്ചപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 വർഷം ജെറുസലേമിൽ ഭരണം നടത്തി. സന്തോഷമില്ലാതെ അവൻ വേർപെട്ടുപോയി. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു, പക്ഷേ രാജാക്കന്മാരുടെ കല്ലറകളിലല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം. ഇതാ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം കാതിന് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചത്. അവിടുന്ന് കേൾക്കാതിരിക്കത്തക്ക വിധം നിങ്ങളുടെ പാപങ്ങൾ തിരുമുഖത്തെ നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ രക്തത്താലും വിരലുകൾ അകൃത്യത്താലും പങ്കിലമാണ്. നിങ്ങളുടെ അധരങ്ങൾ വ്യാജം പറഞ്ഞിരിക്കുന്നു. നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ആരും നീതിയോടെ വ്യവഹാരത്തിൽ ഏർപ്പെടുന്നില്ല. സത്യസന്ധതയോടെ ന്യായവാദം നടത്തുന്നില്ല. അവർ ശൂന്യതയിൽ ആശ്രയിക്കുകയും അവരുടെ നാവ് വമ്പ് പറയുകയും ചെയ്യുന്നു. അവർ കലാപം ഗർഭം ധരിച്ച് ദുഷ്ടത പ്രസവിക്കുന്നു. അവർ അണലിമുട്ടകൾ വിരിയിക്കുന്നു. ചിലന്തി വലകൾ നെയ്യുകയും ചെയ്യും. അവയുടെ മുട്ടകൾ ഭുജിക്കുന്നവൻ മരിക്കും. അവ പിളർക്കപ്പെട്ടാൽ അണലി പുറത്തു വരും. അവരുടെ ഇഴകൾ വസ്ത്രമായി തീരുകയില്ല. അവരുടെ കർമ്മങ്ങളാൽ അവർ സ്വയം മറയ്ക്കുകയില്ല. അകൃത്യ കർമ്മങ്ങളാണ് അവരുടെ പ്രവൃത്തികൾ. അക്രമകൃത്യമാണ് അവരുടെ കൈകളിൽ. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു. നിരപരാധിയുടെ രക്തം ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു. അവരുടെ ചിന്തകൾ അകൃത്യ ചിന്തകളാണ്. അവരുടെ പെരുവഴികളിൽ അക്രമവും നാശവുമാണ്. സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്. അവരുടെ വഴികളിൽ ന്യായമേയില്ല. അവർ സ്വന്തം മാർഗങ്ങൾ തങ്ങൾക്കായി വളച്ചൊടിച്ചു. അതിൽ ചരിക്കുന്നവൻ സമാധാനം അറിയുന്നില്ല. അതിനാൽ ന്യായം ഞങ്ങളിൽ നിന്ന് ദൂരത്തായി. നീതി ഞങ്ങളെ സമീപിക്കുകയില്ല. ഞങ്ങൾ പ്രകാശത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ഇതാ, അന്ധകാരം ദീപ്തിക്കായും നടക്കുന്നതോ ഇരുട്ടിലും. അന്ധരെ പോലെ ഞങ്ങൾ ചുമര് തപ്പി നടക്കുന്നു. കണ്ണുകളില്ലാത്തവനെ പോലെ ഞങ്ങൾ തപ്പിത്തടയുന്നു. അരണ്ട വെളിച്ചത്തിലെന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾക്ക് കാലിടറി. ഊർജ്ജസ്വലരുടെ ഇടയിൽ ഞങ്ങൾ മൃതപ്രായരാണ്. ഞങ്ങൾ കരടികളെ പോലെ മുരളുകയും പ്രാവുകളെ പോലെ കുറുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ന്യായവിധിക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അതുണ്ടായില്ല. രക്ഷയ്ക്കായും, എന്നാൽ അത് വിദൂരത്താണ്. എന്തെന്നാൽ അങ്ങയുടെ മുൻപിൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകിയിരിക്കുന്നു. കാരണം ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ കർത്താവിനോട് മത്സരിക്കുകയും
അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുന്നു. മർദ്ദനവും വിപ്ലവവും പ്രസംഗിക്കുന്നു. ഗർഭം ധരിച്ച് വഞ്ചനാവചനങ്ങൾ മനസ്സാ ഉരുവിടുന്നു. സത്യം പൊതുസ്ഥലത്ത് ഇടറി വീഴുമ്പോഴും ധർമ്മത്തിന് പ്രവേശിക്കാൻ കഴിയാത്തപ്പോഴും ന്യായം പുറന്തള്ളപ്പെടും. നീതി വിദൂരത്ത് നിൽക്കും. സത്യം ഇല്ലാതായിരിക്കുന്നു. തിന്മ വിട്ടകലുന്നവൻ കൊള്ളയടിക്കപ്പെടുന്നു. ന്യായം ഒട്ടുമേയില്ല എന്ന് കർത്താവ് കണ്ടു. അത് അവിടുത്തെ ദൃഷ്ടികളിൽ തിന്മയായി തീർന്നു. അവിടെ ഒരുവനുമില്ലെന്ന് അവിടുന്ന് കണ്ടു. ഇടപെടാൻ ആരുമില്ലാത്തതിൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം ഭുജം അവിടുത്തേക്ക് വിജയം നൽകി. സ്വന്തം നീതി തന്നെ അവിടുത്തേക്ക് താങ്ങായി. അവിടുന്ന് നീതി ഉരസ്ത്രാണം പോലെ ധരിച്ചു. രക്ഷയുടെ പടത്തൊപ്പി അവിടുത്തെ ശിരസിലുണ്ട്. പ്രതികാരത്തിന്റെ വസ്ത്രങ്ങൾ അവിടുന്ന് ഉടയാടയായി ധരിച്ചു. മേലങ്കിക്ക് സമാനം തീഷ്ണത അണിഞ്ഞു. പ്രവർത്തികൾ എങ്ങനെയോ അങ്ങനെ അവിടുന്ന് പ്രതിഫലം നൽകും. അത് തൻ്റെ എതിരാളികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ആയിരിക്കും. തീരദേശങ്ങൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. പടിഞ്ഞാറുള്ളവർ കർത്തൃനാമത്തെയും കിഴക്കുനിന്നുള്ളവർ തിരുമഹത്വത്തെയും ഭയപ്പെടാൻ തന്നെ. പ്രവാഹം പോലെ എതിരാളി വരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവനെ പ്രതിരോധിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്: സിയോനിലേക്ക് വിമോചകൻ വരും. യാക്കോബിൽ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞവരുടെ അടുക്കലേക്ക്. ഞാൻ അവരുമായി ചെയ്യുന്ന എൻ്റെ ഉടമ്പടി ഇതാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു: നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരത്തിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇപ്പോൾ മുതൽ ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് അരുൾ ചെയ്യുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 26 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു: എഴുന്നേൽക്കുക, തെക്കോട്ട് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള വഴിയെ പോകുക. അത് വിജനമാണ്. അവൻ എഴുന്നേറ്റ് യാത്രയായി. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ഡൻ, ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനും എത്യോപ്യ രാജ്ഞിയായ കന്താക്കയുടെ സകല ഭണ്ഡാരങ്ങളുടെയും വിചാരിപ്പുകാരനുമായ മനുഷ്യൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു: ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവന്റെ അടുക്കൽ ഓടിയെത്തി. അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് ചോദിച്ചു: വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു: ആരെങ്കിലും പറഞ്ഞു തരാതെ എനിക്കെങ്ങനെ സാധിക്കും? രഥത്തിൽ കയറി തന്നോട് കൂടെയിരിക്കാൻ പീലിപ്പോസിനെ അവൻ ക്ഷണിച്ചു. അവൻ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ലിഖിത ഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്രിക്കുന്നവന്റെ മുൻപിൽ മൂകമായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തൻ്റെ വായ് തുറന്നില്ല. അവൻ്റെ നിന്ദിതാവസ്ഥയിൽ അവന് ന്യായം നിഷേധിക്കപ്പെട്ടു. അവൻ്റെ തലമുറയെ ആര് വിവരിക്കും? അവൻ്റെ ജീവൻ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു. ഷണ്ഡൻ പീലിപ്പോസിനോട് പറഞ്ഞു: ഞാൻ ചോദിക്കട്ടെ, പ്രവാചകൻ ഇത് പറയുന്നത് ആരെക്കുറിച്ചാണ്? തന്നെക്കുറിച്ചോ മറ്റൊരാളെക്കുറിച്ചോ? പീലിപ്പോസ് അധരം തുറന്ന് ഈ ലിഖിതത്തിൽ നിന്നാരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം അറിയിച്ചു. അവൻ പോകും വഴി വെള്ളമുള്ളിടത്തെത്തി. ഷണ്ഡൻ പറഞ്ഞു: ഇതാ വെള്ളം. എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു. അവർ ഇരുവരും, പീലിപ്പോസും ഷണ്ഡനും, വെള്ളത്തിലിറങ്ങി. പീലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി.
അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പീലിപ്പോസിനെ സംഹരിച്ചു കൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നീട് കണ്ടില്ല. സന്തോഷിച്ചുകൊണ്ട് അവൻ തൻ്റെ വഴിയെ മുന്നോട്ടു പോയി. പീലിപ്പോസ് ആകട്ടെ അസോത്തോസിൽ കാണപ്പെട്ടു. കേസറിയായിൽ എത്തുന്നത് വരെ അവൻ എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.